പോരാട്ട ഭൂമിയിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതെ രണ്ട് ടീമുകൾ. ഒടുവിൽ 44-ാം ഓവറിന്റെ അവസാന പന്തിൽ ഒരു വമ്പന് കീഴടങ്ങേണ്ടി വന്നു. അതെ, ദക്ഷിണാഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 1,00,000-ന് മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് ടിക്കറ്റ് എടുത്ത 15,000-ന് മുകളിലുള്ള കാണികൾക്ക് പൈസ ഡബിൾ വസൂലായിട്ടുണ്ടാവും. അതെ, അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് മത്സരം ഇന്ന് അവസാനിച്ചത് 40 ഓവറുകൾക്ക് ശേഷവും അതിനുശേഷം 2 സൂപ്പർ ഓവറുകൾക്ക് ശേഷമാണ്. അതെ, ഇന്നത്തെ മത്സരത്തിലേക്ക് നമുക്ക് കടക്കാം. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഈ ഗ്രൂപ്പ് മത്സരം അഫ്ഗാനിസ്ഥാന് വളരെയധികം നിർണായകമായിരുന്നു. കാരണം അവർ കഴിഞ്ഞ ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടിരുന്നു. ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 വമ്പൻ ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നും അഫ്ഗാനിസ്ഥാന് പുറത്ത് കടക്കണമെങ്കിൽ, അടുത്ത സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ഈ ന്യൂസിലാൻഡിനോടോ ദക്ഷിണാഫ്രിക്കനോടോ അവർക്ക് വിജയിക്കണമായിരുന്നു. ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഈ മത്സരം അവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ മത്സരത്തിൽ ടോസ് നേടി അവർ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആ തീരുമാനം ശരിവെക്കുന്ന വിധം അവരുടെ ക്യാപ്റ്റൻ ഐഡൻ മാർക്രത്തറെ വളരെ പെട്ടെന്ന് തന്നെ പവർ പ്ലേയിൽ പുറത്താക്കിയെങ്കിലും ദക്ഷിണാഫ്രിക്കയുടെ 2 വിക്കറ്റ് കീപ്പർമാരായ ക്വിന്റൺ ഡി കോക്കും അതേപോലെ തന്നെ റയൻ റിക്കൾട്ടനും ചേർന്ന് വളരെ 100-ന് മുകളിൽ ഒരു പാർട്ട്ണർഷിപ്പ് നേടി അവരെ ദക്ഷിണാഫ്രിക്ക മാന്യമായ ഒരു സ്കോറിലെത്തിച്ചു. എന്നാൽ ഇരുവരുടെ വിക്കറ്റുകൾ റാഷിദ് ഖാൻ ഒരു ഓവറിൽ എടുത്തതിന് ശേഷം കാര്യമായിട്ടുള്ള സംഭാവനകൾ പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും നൽകാനായില്ല. അങ്ങനെ ഒടുവിൽ 20 ഓവറിൽ താരതമ്യേന ഒരു എബോവ് പാർ സ്കോറായ 187-ൽ അവർ അവരുടെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. എന്നാൽ അഫ്ഗാനിസ്ഥാൻ വളരെ അടിപൊളിയായിട്ട് തുടങ്ങി. അവരുടെ ഓപ്പണിംഗ് വിക്കറ്റ് തന്നെ 50 റൺസ് പവർ പ്ലേയിൽ അവർ കടത്തി. എസ്പെഷ്യലി അവരുടെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ റഹ്മാൻ ഗുർബാസ്, അദ്ദേഹമാണ് ഇന്നത്തെ ഹീറോ. സംഭവം മത്സരം ജയിച്ചത് ദക്ഷിണാഫ്രിക്ക ആണെങ്കിലും ഇന്നത്തെ ഹീറോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് റഹ്മാൻ ഗുർബാസിനെയാണ്. അതിനുള്ള കാരണം കൂടി പറയാം. 42 പന്തിൽ 84 റണ്ണാണ് ദക്ഷിണാഫ്രിക്കയുടെ ഈ പേസ് അറ്റാക്കിനെതിരെ. ഏറ്റവും നല്ലൊരു ബോളിംഗ് അറ്റാക്കാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉള്ളത്. ആ ഒരു അറ്റാക്കിനെതിരെ 42 ബോളിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ 84 റൺസ് എടുത്ത് അഫ്ഗാനിസ്ഥാന്റെ ചേസ് ഒരു വിധത്തിൽ ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചത് ഗുർബാസാണ്. എങ്കിലും ഫിനിഷിങ്ങിന് മുന്നേ അദ്ദേഹം വീണുപോയി. എന്നാൽ ഗുർബാസിന് ശേഷം വന്ന ബാറ്റ്സ്മാൻമാർക്കൊന്നും നിലയുറപ്പിക്കാൻ കഴിയാതിരുന്നതോടുകൂടി മത്സരം വീണ്ടും ദക്ഷിണാഫ്രിക്കയുടെ വരുതിയിലായി. എങ്കിലും അവസാന ഓവറിൽ ജയിക്കുവാൻ 13 റൺസും എന്ന നിലയിലേക്ക് അഫ്ഗാനിസ്ഥാൻ എത്തി. ഒരു വിക്കറ്റ് മാത്രം കയ്യിലുണ്ട്. എന്നാൽ കാഗിസോ റബാഡയുടെ നിരുത്തരവാദിത്വപരമായ ബോളിംഗ് കാരണം ഇക്വേഷൻ 3 ബോളിൽ 2 റൺസ് എന്ന നിലയിലേക്ക് എത്തി. എന്നാൽ അവരുടെ ബോളറായ ഫസൽ ഹഖ് ഫാറൂഖിയുടെ അനാവശ്യമായൊരു 2 റണ്ണിന് ഓടി അങ്ങനെ അദ്ദേഹം റൺഔട്ട് ആവുകയും ചെയ്തു. അതും ഒരു എന്താ പറയാ, ഫസൽ ഹഖ് ഫാറൂഖിക്ക് ജസ്റ്റ് ഒന്ന് ഡൈവ് ചെയ്തിരുന്നെങ്കിൽ തന്നെ ആ മത്സരം അഫ്ഗാനിസ്ഥാന്റെ വരുതിയിലാക്കാമായിരുന്നു. എന്നാൽ അതിനു പകരം പുള്ളിക്കാരൻ വളരെ കാഷ്വലായിട്ടാണ് ഓടിയത്. അത് കാരണം അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായി. അങ്ങനെ ആ മത്സരം ടൈയിൽ അവസാനിക്കുകയും ചെയ്തു. സൂപ്പർ ഓവറിന്റെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനായിരുന്നു ബാറ്റിംഗ്. റഹ്മാൻ ഗുർബാസും അതേപോലെ തന്നെ അസ്മത്തുൽ ഒമർ സായിയുമായിരുന്നു ബാറ്റ് ചെയ്ത്. ബോൾ ചെയ്ത എൻഗിഡി ആയിരുന്നു. അവർ അങ്ങനെ 17 റൺസ് അതിൽ എൻഗിഡിയുടെ 6 ബോളിൽ നിന്ന് അവർ നേടി. മറുപടിയായിട്ട് എത്തിയത് ഡിവാൾഡ് ബ്രെവിസും ഡേവിഡ് മില്ലറുമായിരുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ ബ്രെവിസ് 6 അടിച്ചു തുടങ്ങി. എന്നാൽ അടുത്ത ബോളിൽ അദ്ദേഹം ഔട്ടായി. തുടർന്ന് ട്രിസ്റ്റൻ സ്റ്റെപ്സ് ക്രീസിൽ വരികയും അങ്ങനെ ഇക്വേഷൻ 1 ബോളിൽ 7 റൺസ് എന്ന നിലയിലും എത്തി. അങ്ങനെ അവസാനം ഫസൽ ഹഖ് ഫാറൂഖിയുടെ അവസാന ബോൾ 6 അടിച്ച് ആ സൂപ്പർ ഓവറും ദക്ഷിണാഫ്രിക്ക ടൈഡാക്കി. തിരിച്ച് 2ാം സൂപ്പർ ഓവർ തുടങ്ങിയപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു ആദ്യത്തെ ബാറ്റിംഗ്. ഓപ്പണേഴ്സായിട്ട് ഇറങ്ങിയത് ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റെപ്സുമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് അവരുടെ ബോളറായ അസ്മത്തുൽ ഒമർ സായിയെ 23 റൺസ് അടിച്ചു. അങ്ങനെ 24 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് വേണ്ടി ഇറങ്ങിയത് മുഹമ്മദ് നബിയും അസ്മത്തുൽ ഒമർ സായിയുമായിരുന്നു. ആദ്യത്തെ ബോൾ മുഹമ്മദ് നബി ഡോട്ടാക്കി. 2ാമത്തെ ബോൾ അദ്ദേഹം ഔട്ടാവും ചെയ്തു. കേശവ് മഹാരാജ് ആയിരുന്നു ബോളർ. എന്നാൽ പിന്നീട് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ആദ്യമായി പറഞ്ഞത്, ഈ മാച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നത് ഗുർബാസിന്റെ പേരിലായിരിക്കും. പിന്നീട് 4 ബോളിൽ 4 സിക്സ് വേണമെന്നിരിക്കെ അടുത്ത 3 പന്തും അദ്ദേഹം ഗാലറിക്ക് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അതെ, അങ്ങനെ ഇക്വേഷൻ അവസാനം 1 ബോളിൽ 6 റൺ എന്ന നിലയിലെത്തിയപ്പോൾ കേശവ് മഹാരാജ് ഒരു വൈഡ് എറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ 1 ബോളിൽ 5 എന്ന നിലയിലേക്ക് എത്തി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, വൈഡായി കേശവ് മഹാരാജ് എറിഞ്ഞ
ഒരു യോർക്കർ പന്തിനെ ഡേവിഡ് മില്ലറിന്റെ കൈകളിലേക്ക് എത്തിക്കാനേ ഗുർബാസിന് കഴിഞ്ഞുള്ളൂ. ചെറിയൊരു ഡീവിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും നമുക്കൊരു ഒരു സൂപ്പർ ഓവറും കൂടി കാണാൻ അവസരമുണ്ടായി. പക്ഷെ എന്നാൽ ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കയുടെ എക്സ്പീരിയൻസ് അവരെ പിന്തുണച്ചു എന്ന് വേണം കരുതാൻ. ഏതായാലും വളരെ എന്താ പറയാ, ഈ വേൾഡ് കപ്പിൽ ഇനി ഇങ്ങനെ ഒരു മാച്ച് ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ മാച്ച് മിസ്സായവർ ദയവായി ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ഹൈലൈറ്റ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ടൊന്ന് പോയി കാണുക. അത്രയ്ക്ക് വേർത്താണ് ഈ മാച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.